ഹായ് മഞ്ജുജി, പാളയം PC-യുടെ പ്രൊമോഷനായിട്ട് വന്നിരിക്കുകയാണ്. ഈ സിനിമയിൽ എന്താണ് വേഷം? ഇതിനകത്ത് പാളയം PC എന്ന് പറയുന്നത് ഒരുപാട് സംഗതികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഈ കഥ കൊണ്ടുപോകുന്ന ഒരു പ്രധാന സബ്ജക്റ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചിഞ്ചു റാണി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശബരിമല എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ അതൊരു വൈകാരികതയും ഒരു എന്താ പറയുക, ഒരു വിശ്വാസവും ഒക്കെയാണ്. പക്ഷെ അതിനെ ആളിക്കത്തിച്ച ഒരു വിഷയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായി, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. അങ്ങനെ ഒരു വളരെ ബോൾഡായിട്ടുള്ള എന്തിനോടും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ചിഞ്ചുറാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അപ്പോൾ അവര് ശബരിമലയിൽ കയറുകയും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു കഥയാണ് അത്. ഓക്കെ, ഈ സിനിമയിൽ എത്രമാത്രം പ്രതീക്ഷയുണ്ട്? നല്ല സിനിമയാണ്. അപ്പൊ പ്രതീക്ഷകളൊക്കെ പ്രേക്ഷകരല്ലേ തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് പ്രതീക്ഷ വിവാദത്തിലുണ്ടോ? എന്തോ പ്രതീക്ഷ വിവാദത്തിലുണ്ടോ? ഞാനതാ പറയാൻ കൂടി വന്നത്. പ്രേക്ഷകരാണ് ഒരു സിനിമയുടെ വിധി തീരുമാനിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു മീഡിയ ആണ്. അതിനെ അതായിട്ട് മാത്രം എടുക്കുക. അത് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാരും ഈ പറഞ്ഞ പോലെ അത്തരം ആളുകളായിരിക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയൊരു ക്യാരക്ടറാണ് അത് മാക്സിമം നന്നാക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സിനിമയില് എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. അതെ, അത് പോയി കാണും. ഓക്കെ, പുതിയ നമ്മുടെ ബിഗ് ബോസ് എന്നൊക്കെ കിട്ടിയപ്പോ ഒത്തിരി ട്രോളുകളൊക്കെ ചേച്ചിക്ക് വന്നായിരുന്നു. അപ്പൊ അതിനോടൊക്കെ എന്താ തോന്നുന്നത്? അതോ ഒരു ഫണ്ണി ആയിട്ടാണ് എടുക്കുന്നത്? അതിനൊക്കെ ഒരു വിഷമിക്കാൻ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു അധ്യായം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചിരി വരും. ഇപ്പോഴും എന്റെ ഇതിന്റെ താഴെ വന്ന് കമന്റ്സ് ഇടുന്നവർ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിന്റെ കാര്യം. ഞാൻ അന്ന് ചെയ്തത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇന്നും അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ അത് വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ ചിരി തന്നെ വരാം. വിജയിക്കാൻ ഏതറ്റം വരെ പോകുന്ന ഒരു അങ്ങനെയില്ല. വിജയിക്കാൻ ഏതറ്റം വരെ പോകണമെന്നൊന്നുമില്ല. എനിക്ക് ജീവിക്കണം എന്നേ ഉള്ളൂ. ഞാൻ വിജയിച്ചു കഴിഞ്ഞല്ലോ, എനിക്ക് ഒറ്റം വരെ ബിഗ് ബോസിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരിക്കലും അല്ല. എനിക്കതിന്റെ ഗെയിം എന്താണെന്ന് ഇന്നും അറിയാൻ പാടില്ല. അങ്ങനെയൊന്നും എനിക്കറിയില്ല. നമ്മളൊരു സ്പേസിൽ നിൽക്കുന്നു. നിങ്ങളിപ്പോ നമ്മുടെ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചെയ്യണമെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ചോദിക്കാതെ നമുക്ക് അത് ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും. ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ചോദിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഗെയിമിന്റെ ഭാഗമായിട്ടൊന്നും ചോദിച്ചതല്ല. ഈ സിനിമയില് വരുന്നതിനൊക്കെ പണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ലെവലിൽ എത്തി നിൽക്കുമ്പോ ഇപ്പൊ ഈ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോടല്ലേ എന്നും സ്നേഹം. എനിക്ക് തോന്നുന്നു മലയാളത്തില് ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഇത്രയും പ്രേക്ഷകരുടെ സ്നേഹവും കരുതലും കിട്ടിയ വേറെ ഏതെങ്കിലും ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ ഇപ്പോഴും മഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്നത്, എന്നെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണുമ്പോൾ എനിക്കറിയാം അവർ ചിന്തിക്കുന്നത് ഞാൻ അവരിൽ ഒരാളായിട്ടാണ്, അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് അവരെന്നെ കാണുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം പ്രേക്ഷകരോട് ഈ കാണുന്ന നന്ദി സ്നേഹവും എന്നും ഉണ്ടാകും. ഇപ്പൊ ഞാൻ നാളെയും ഫീൽഡിലുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഇത് അത്തരം ഒരു ഫീൽഡാണ്. ഇന്നുള്ളത് നാളെ ഉണ്ടോന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് തന്നതിനോട് ഞാൻ ഇന്നും നന്ദിയുള്ള. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയൊരു കഥാപാത്രം കൂടെ മഞ്ജുചേച്ചിയിൽ നിന്ന് വന്ന് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി അതൊന്ന് പറയാനുള്ള ഒരു സിനിമയായി മാറട്ടെ. ഇനിയും കൂടുതൽ വേഷങ്ങൾ കിട്ടി നമ്മുടെ ഇടയിൽ സജീവമായി നിൽക്കട്ടെ എന്ന ആശംസയോടുകൂടെ താങ്ക്സ്.